Johnny Money, Johnny, you are my cunning Johnny. Johnny Money, Johnny. ഹലോ സാർ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എന്റെ പേര് ജോണി ചാൻ എന്ന് സ്നേഹമുള്ളവർ വിളിക്കും. പാഠം തീരെഴുതി കൊടുത്തും അടുത്തിരിക്കുന്നവന്റെ ഉത്തരക്കടലാസ് കണ്ടെഴുതിയുമല്ല താങ്കൾ ഈ കാക്കക്കുപ്പായം മേടിച്ചതെങ്കിൽ ഞാൻ പറയുന്ന കാര്യം സാറിന് മനസ്സിലാവും. മുമ്പിരുന്ന സുഗണ്ണസയോട് ചോദിച്ചാൽ മതി, ജോണിച്ചാനെ കുറിച്ച് അറിയാം. വീട്ടിലൊക്കെ വന്നിട്ടുണ്ട്, ഒരുപാട് ചിക്കനൊക്കെ കടിച്ചു പറിച്ച് തിന്നിട്ടുണ്ട്, ഓർമ്മയില്ലേ? പോകാൻ നേരത്തെ പാക്ക് ചെയ്ത് സാറിന് തന്നിട്ടുണ്ട്. അതെ. എന്താ ജോലി? എന്റെ ജോലി എന്ന് പറഞ്ഞാൽ എനിക്ക് രാഷ്ട്രീയമാണ്. എന്റെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു രാഷ്ട്രീയ നേതാവാണ് ഞാൻ. വലതു നിന്നും ഇടതു നിന്നും ആൾക്കാർ വിളിക്കുന്നുണ്ട്, പക്ഷേ പോകത്തില്ല. ജോണിക്ക് സാമൂഹ്യ പ്രതിബദ്ധത. ഡ്യൂട്ടിയിലാണ്, ഞാൻ വിളിക്കാം. ഓക്കെ. ഇത് ഏത് സിനിമയിലെ പാട്ടാ? ഇത് ഏത് സിനിമയിലെ പാട്ടാ? നല്ല ഗാനമല്ലേ? ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ട്. ഇത് ഏത് സിനിമയിലെ പാട്ടാ ഇത്? എനിക്ക് തോന്നുന്നു ദിൽവാലെ ദുൽഹനിയ ലേ ജായേംഗി. അതെല്ലാം കഹോനെ പേർ ഹേ, അത് കഹോനെ പേർ ഹേ ആണ്. ഇന്ത്യൻ. ഈ വന്നപ്പോ എന്തോ പറഞ്ഞായിരുന്നല്ലോ. എന്തോ സാറേ? അല്ല, പാടവോ കുട്ടനാടോ അങ്ങനെ അല്ല, അത് പഴഞ്ചൊല്ലി പറഞ്ഞാണ് സാറേ. പാടം തിരെഴുതി കൊടുത്തതും. അത് കഴിഞ്ഞെന്തോ പറഞ്ഞു. അല്ല, ഒന്നും പറഞ്ഞില്ല സാറേ. പറഞ്ഞായിരുന്നു. അല്ല, ഒന്നും പറഞ്ഞില്ല സാറേ. പറഞ്ഞു മറന്നുപോയിട്ടാ. എന്ത് പറഞ്ഞു? പറഞ്ഞു വല്ലവന്റെ ഉത്തരക്കടലാസ് നോക്കി എഴുതി ഉണ്ടാക്കിയാണെന്ന് പറഞ്ഞില്ലേ? അത് പറഞ്ഞു. മൊബൈൽ നമ്പർ പോലും പറയാത്തവനാ, കറക്റ്റ് ഓർത്ത് പറയുന്നു. പിന്നെ പറഞ്ഞ ശീലമല്ല, എനിക്ക് ചെയ്ത ശീലം. എന്ത്? സാധാരണ രാഷ്ട്രീയക്കാർ പറയുന്ന പോലെ അല്ല, സ്ഥലം മാറ്റമൊന്നുമില്ല. പിന്നെ ഇവിടെ ചോദിച്ചാൽ മതി ജോണിയെ കുറിച്ച്. എന്താ ചെയ്യുന്നത്? ഒന്നും ചെയ്യത്തില്ല സാറേ. ഒന്നും ചെയ്യത്തില്ലെന്നാണല്ലോ പറയണേ. അതല്ലേ സാറേ പറഞ്ഞത്. അവൻ വല്ലതും പറഞ്ഞാലേ ഞാൻ വല്ലതും ചെയ്യാൻ പറ്റൂ. അങ്ങനെ ഞാൻ ഒന്നും ചെയ്യാറില്ല ആരെയും. അതേ പറഞ്ഞു, അത്രേ ഉള്ളൂ. ഞാൻ പോട്ടെ, ജോണിക്ക് മീറ്റിംഗ് ഉണ്ട് സാറേ, പോണം. അപ്പൊ എല്ലാ കാര്യങ്ങളും നടക്കട്ടെ. ജോണി എങ്ങും പോണില്ല. ഇങ്ങോട്ട് കയറിക്കാ. അല്ല സാറേ, എനിക്ക് ജോണിക്ക് പോണേ, മീറ്റിംഗ് ഉണ്ട് സാറേ. ജോണിക്ക് ഒരു മീറ്റിംഗും ഇല്ല. ജോണി ഈ പ്രശ്നത്തിൽ വന്നാണെങ്കിൽ ഇതിന് പരിഹാരം കണ്ടിട്ട് ജോണി ഇവിടുന്ന് പോകുന്നുള്ളൂ. അല്ല, പരിഹാരം നമുക്ക് കാണാം സാറേ. മനസ്സിലായില്ലേ? ഞാൻ ഇവിടുന്ന് പോയാൽ ഇവിടെ നമ്മൾ തല്ലും. അതുകൊണ്ട് ഒരു 5 മിനിറ്റിനുള്ളിൽ നീ അവരോട് കാര്യം തിരക്കി സമാധാനം എനിക്ക് പറഞ്ഞിരിക്കണം. സദാനന്ദ സാബ് ഒന്നിഞ്ഞ് വന്നേ. ആള് ചൂടനാണ്. നിങ്ങളൊരു മര്യാദ വേണ്ടത്. എന്നെ ഫസ്റ്റില് വിളിക്കണ്ടായിരുന്നു, അതല്ലേ ടെൻഷൻ. എന്റെ ജോണിച്ച ഈ പ്ലാവ് വെട്ടണം. എനിക്കത് അത്രമാത്രം അറിയാൻ മതി. പ്ലാവ് വെട്ടിട്ട് ഇനി സംസാരിച്ചാൽ മതി. പ്ലാവ് മുറിക്കാൻ സമ്മതിക്കില്ല, ഒരുത്തം വെട്ടണം. ഇത് എന്ത്? നമുക്ക് 11 മീറ്റിംഗ് വന്നേ, രണ്ടുപേരും ഇനി വന്നേ. ഞാൻ സമാധാനത്തിൽ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാം. കിടന്ന് ബഹളം വെക്കരുത്. കൂടെ നിന്നോളണം കേട്ടോ. സമാധാനം. ആള് ചൂടനാ, ദേശക്കാരന്. മീശേളിയാ, ഞാൻ പറഞ്ഞില്ലേ, എന്റെ കൂടെ നിന്ന് ആരോ കോക്കിൽ കാണിച്ച്. ഞാൻ പറഞ്ഞില്ലേ മിണ്ടാൻ നിൽക്കുമോ? ഞാൻ പറഞ്ഞില്ലേ? ജോണി പറഞ്ഞോ മിണ്ടാൻ നിൽക്കാൻ. സാറേ, വേറെ ഒന്നുമല്ല സാറേ, 11 മീറ്റിംഗ് ഉണ്ട്, ജോണിക്ക് പോകണം. എന്തായാലും ജോണിയെ കൊണ്ട് ഈ പ്രശ്നം പരിഹരിപ്പിച്ചിട്ടേ ഞാൻ വിടുന്നുള്ളൂ. ജോണി മോനെ, ഇതാണ് അവരുടെ അതിര്. അതെ. ആവശ്യമില്ലാത്ത പ്രശ്നത്തിൽ നീ വരരുത് കേട്ടോ. ഈ അതിരില്